നമസ്കാരം. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ്. ശനിദശയിലാണ് ഉത്രട്ടാതി നാളുകാർ ജനിക്കുന്നത്. നാള് തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോഴാണ് ജനനമെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ജന്മശിഷ്ട ദശാകാലം എത്രയുണ്ടെന്ന് കണക്കാക്കാം. ശനിദശ കഴിഞ്ഞാൽ പിന്നീട് ബുധൻ, അത് കഴിഞ്ഞ് കേതു, പിന്നീട് ശുക്രൻ, ഇങ്ങനെ പോകും. നിങ്ങളുടെ ശൈശവകാല സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ കൂടുതലായി വന്നേക്കാം. പകർച്ചവ്യാധികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ബാല്യാരിഷ്ടതകൾ എന്ന് പണ്ട് പറയുന്ന ശിശു സംബന്ധമായ ക്ലേശങ്ങൾ ഒരല്പം കൂടുതലായേക്കാം. ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും പുറകവിളക്ക്, ജലധാര, വെള്ള നിവേദ്യം, പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതഘട്ടങ്ങളിൽ അവിചാരിതമായ തടസ്സങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അനന്തമായി കാര്യങ്ങൾ നീണ്ടുപോകുന്നുണ്ടോ? കാര്യപരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? യാത്രാക്ലേശമോ അലച്ചിലുകളോ അനുഭവപ്പെടുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ജാതകം പരിശോധിക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബ സംബന്ധമായ ക്ഷേത്രങ്ങളോ കാവുകളോ ഉണ്ടെങ്കിൽ അവിടെ വേണ്ട സമയത്ത് ഉചിതമായ കാര്യങ്ങൾ ചെയ്ത് ആരാധനകൾ നടത്തേണ്ടതാണ്. നിങ്ങൾക്ക് മഹാമൃത്യുഞ്ജയ യന്ത്രം ദേഹധാരണം ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും. നിങ്ങളുടെ ഗൃഹാരൂഢത്തിൽ മഹാനവഗ്രഹ ശാന്തി നടത്തുന്നത് വളരെ പ്രയോജനം ചെയ്യും.